നാട്ടുകാർക്ക് വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അവർ ഉന്നയിച്ച പരാതികൾ അവഗണിച്ചതിൻ്റെ വസ്തുതകൾ പറയാനുണ്ട്. ആ ചില പ്രതികരണങ്ങളിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. ഡമ്മിൻ്റെ അരിയത്ത് ഇരിക്കുക മോന് കഞ്ഞിയും കൊടുത്തിട്ട് അതാ പുറത്ത് കൊലായില് ഓനിതിങ്ങനെ കണ്ടിട്ട് കഞ്ഞി കൊടുക്കുകയാണ് ഞാൻ. അന്നേരമാണ് ഷീറ്റുമ്പിലേക്ക് ഇങ്ങനെ എന്തോ ഒരു കല്ല് വീഴുന്ന മാതിരി എനിക്ക് തോന്നി. അപ്പോൾ മോൻ പറഞ്ഞു അച്ഛമ്മ കല്ല് വീഴുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കല്ല് വീഴുകയെന്ന് പറയുമ്പോഴേക്ക് അതൊന്നായിട്ട് ഇങ്ങോട്ട് വീണ് പോസ്റ്റും ഒക്കെ പാടി തീയാളി കുട്ടീനെ എടുത്ത് ഞാൻ എങ്ങനെയോ അപ്പുറത്തെ വീട്ടിലേക്ക് ഓടിയതാ. അതുപോലെ ഈ സൈഡിലുള്ള മതിൽ ഒന്നായിട്ട് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഇവിടെ പറഞ്ഞാണ് നിർത്ത്, ഞങ്ങൾക്കത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇവരത് സ്റ്റേ ചെയ്തിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ വർക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായത്. ഈ ഷീറ്റിൻ്റെ അടിയിൽ കുറച്ച് എന്താ പറയുക കോൺക്രീറ്റ് ഇട്ട് ഇങ്ങനെ നടന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇതിട്ടിട്ട് കാര്യമുണ്ടോ, നിങ്ങളിത് പൊന്തിക്കണം, സേഫ്റ്റിയാണ് മോനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു കൊച്ചു അമ്മയും 2 പെൺകുട്ടികളുള്ള വീടാണ്, രാത്രി കിടക്കും തന്നെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് ചേട്ടാ, നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ടതാണ് പറഞ്ഞത്. അപ്പം നമ്മളെ വീടിന് ഭീഷണിയാണ്, ജീവനും സ്വത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിൽ, കളക്ടറേറ്റിൽ, കോഴിക്കോട് കളക്ടറേറ്റിൽ, പിന്നെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ, കോർപ്പറേഷനിൽ, മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ വരെ ഞാൻ കയറിയിട്ട് ഇതിന് ആപ്ലിക്കേഷൻ കൊടുത്തതാണ്. കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡറും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡർ എടുത്തിട്ട് ഇവർ പണി നടത്തിയതുകൊണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ സമയത്ത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് അവിടെ എന്തെങ്കിലും അക്രമം നടന്നാലേ ഞങ്ങൾ വരുള്ളൂ, ആ വഴി തടസ്സപ്പെടുത്തരുതെന്ന് മാത്രമേ ആ ഓർഡറിലുള്ളൂ. പിന്നെ കമ്മീഷൻ വന്നു. കമ്മീഷന് അഡ്വക്കേറ്റ് വന്ന സമയത്ത് ആൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി അവരെ പൊതിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇപ്പം കമ്മീഷന്റെ റിപ്പോർട്ട് വരെ കോടതിയിൽ കൊടുത്തിട്ടില്ല. ഇത് നാട്ടുകാർ ഉന്നയിക്കുന്നത് അങ്ങേറ്റവും ഗൗരവമുള്ള പരാതികളാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം ഈ വിഷയത്തിൽ നാട്ടുകാർ അവരുടെ ആശങ്ക അറിയിച്ചിട്ടുള്ളതാണ്. കോടതി ഒരു ഇടക്കാല ഉത്തരവ് നൽകിയത് അത് നടപ്പിലാക്കുന്നതിൽ അവിടെ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് നാട്ടുകാർ സൂചിപ്പിക്കുന്നു. പോലീസ് അതിൽ കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഒരു ജീവൻ നഷ്ടമായിട്ടുണ്ട്. സമീപത്തുള്ള വീടുകളിൽ പലതിനും വിള്ളൽ വീണിട്ടുണ്ട്. വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് ആ വീടുകൾ മാറുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും അവിടെ നിന്ന് വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി